ഗൈസ് ഗീതഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രിയമോളുടെ മുറിയിൽ ഗീതു ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നൈസായിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും പ്രിയയ്ക്കുക എന്താ ഏട്ടാ ഇവിടെ നിൽക്കുക, അല്ല മോക്ക് സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്ന പോലെ ആക്റ്റീവാണ് കേട്ടോ. എന്നിട്ട് പ്രിയ അടുക്കളയിലോട്ട് പോകുന്ന സമയത്ത് തിരിച്ചു വരുന്ന ഗോവിന്ദിനെ കാഞ്ചന കണ്ടിട്ട് ചോദിക്കുക, മാമൻ എന്താ ഇവിടെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു സിം കാർഡ് കാണാൻ പോയി, അതപ്പോൾ നീ പോകാൻ നോക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം കാഞ്ചന പറയാണ് മാമൻ്റെ വീട് അറിയുമേ, മാമൻ എല്ലായിടത്തും തപ്പിക്കുമെന്ന് പറയുക. ആ സമയത്താണെങ്കിൽ ഗീതു ഗോവിന്ദൻ മുറിയിലാണ് ചെല്ലുന്നത് കേട്ടോ. പ്രിയയുടെ മുറിയിലല്ല വെയിറ്റ് ചെയ്യുന്ന ഫുഡും കൊണ്ട്. എന്താ ഗോവിന്ദേട്ടൻ വരാത്തതെന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് രാധികാമ്മ കണ്ണാന്ന് വിളിച്ചുകൊണ്ടങ്ങ് വരുവാണ് കേട്ടോ. അപ്പോഴേക്കും പേടിച്ച് വരച്ച ഗീതു ഇത് എവിടെയാണ് ഒളിക്കുന്നതെന്ന് ഓർത്ത് ഓടിപ്പടിച്ച് വാഷ്റൂമിൽ പോയി കയറി ഒളിക്കുവാണ് കേട്ടോ. വാഷ്റൂമിൽ ഒളിക്കുമ്പോഴത്തേക്ക് രാധികാമ്മ, കണ്ണാ നീ വാഷ്റൂമിലാണോ, എന്താ പറ്റിയ മോനെ, എന്താ പറ്റിയേ, ഇതെന്നാ ഫുഡ് ഇവിടെ ഇരിക്കുന്നേ, നീ ഇന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നോ വേറെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് പ്രിയയുടെ മുറിയിൽ നൈസായിട്ട് കയറുമോ ഗീതു ഉണ്ടെന്നോർത്ത്. അങ്ങനെ അവർ കയറാൻ തുടങ്ങുമ്പോഴേക്കും കാഞ്ചനയും രേഖയും കൂടെ ആ മുറിയിലോട്ട് വരുന്നതായിട്ട് കാണുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇവരെന്നെ കണ്ടാൽ ആകെ നാണക്കേടാവും, എല്ലാം പൊളിയും എന്നും പറഞ്ഞ് ഗോവിന്ദ് അവിടുത്തെ വാർഡ്രോബ് തുറന്ന് ചാടിക്കയറി അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുവാണ് കേട്ടോ. ഒളിച്ചിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ പ്രിയ തിരിച്ചു മുറിയിലോട്ട് വരുവാണ്. ഗോവിന്ദ് അതിൻ്റെ അകത്ത് ശ്വാസം മുട്ടി ഇങ്ങനെ ഇരിക്കുമോ, എൻ്റെ പൊന്നെ പെട്ടോ, ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഇരിക്കേണ്ടി വരുമോ എന്ന് ഓർത്തിരിക്കുവാണ്. അതേ സമയത്ത് ഗീതു ആണെങ്കിൽ വാഷ്റൂമിൽ പെട്ടിരിക്കുവാണ്. രാധികാമ്മ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, കണ്ണാ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മിണ്ടായിരിക്കാൻ പറ്റുമല്ലോ. ഗീതു ലാസ്റ്റ് വായിൽ വെള്ളം എടുത്തൊഴിച്ചിട്ട് ഇങ്ങനെ ഒച്ച കേൾപ്പിക്കും, സംസാരിക്കുന്ന പോലെ ഒച്ച കേൾപ്പിക്കുക. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രാധികാമ്മ ചോദിക്കുക, നിനക്ക് ലൂസ് മോഷനാണോ, വയറിന് കുഴപ്പമുണ്ടോ? അപ്പോഴേക്കും ഗീതു, അയ്യേ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഈ ഒച്ച കിട്ടുകഴിഞ്ഞാൽ അങ്ങനെയാണോ തോന്നിയെന്നൊക്കെ ചിന്തിച്ചിരിക്കുവാണ്. ആ സമയത്ത് ഗോവിന്ദ് പയ്യെ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങാൻ നേരത്ത് പ്രിയ മുറിയിലോട്ട് വരുവാണ് കേട്ടോ. പ്രിയയുടെ കൂടെ കാഞ്ചനയും. ആ സമയത്ത് നമ്മുടെ പ്രിയയും കാഞ്ചനയും സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഗീതു പാപ്പ ഗോവിന്ദ് മാമിന് ചുറ്റും കണ്ണ് തുറക്കട സാമി എന്ന് പറഞ്ഞാൽ വൈശാലിയിലെ പെണ്ണ് നടക്കും പോലെ നടന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ പ്രിയ പറയുന്നുണ്ട്, ഗീതു ചേച്ചി അങ്ങനെ നടക്കുകയല്ല, പിന്നെ ഗോവിന്ദേട്ടനും വേറെ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി വൈകിയെങ്കിലും കല്യാണം കഴിക്കാൻ വൈകിയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അവർക്ക് തമ്മിൽ അകന്നിരിക്കുമ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ അവർ തനിയെ അടുക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് രാധികാമ്മ വെളി വെയിറ്റ് ചെയ്തിരുന്ന, കണ്ണാ നിൻ്റെ വയറിന് ഭയങ്കര പ്രശ്നമാണോ, എന്താ ഇത്ര ഒച്ചയും ബഹളവും, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി മരുന്ന് എടുത്തിട്ട് വരാം, എൻ്റെ ഈ ടാബ്ലറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രാധികാമ്മ മുറിയിൽ നിന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് ഗീതു, ഈ ഒച്ച വെളിയിൽ ഇത്രയും വൃത്തിയായിട്ട് ഒച്ചയായിട്ടാണോ കേൾക്കുന്നതെന്നൊക്കെ ഓർത്ത് അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ രേഖ മുറിയിലോട്ട് വരുവാണ് കേട്ടോ പ്രിയയുടെ. എന്നിട്ട് രേഖ പറയുന്നുണ്ട്, കാഞ്ചനെ ചെന്ന് മോളിൽ ടെറസിൽ നിന്ന് തുണി എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും പ്രിയ ആണെങ്കിൽ വാർഡ്രോബിൽ നിന്നൊരു ടവൽ എന്തോ ചോദിച്ച് തുറക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഗോവിന്ദകത്ത് പേടിച്ച് വരച്ചിരിക്കുവാണ്. ആ സമയത്താണ് രേഖ പറയുന്നത്, ടെറസിൽ തുണി എടുപ്പുണ്ട്, നീയും പ്രിയയും കൂടെ ചെന്ന് എടുക്കാൻ നോക്ക്, എത്ര നേരമായി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചന പറയുന്നുണ്ട്, എനിക്ക് പ്രേതങ്ങളൊക്കെ പേടിയാ, മാമൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പ്രേതം ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടപ്പുണ്ടെന്നല്ലേ പറഞ്ഞേ എന്ന് പറയുമ്പോഴേക്കും രേഖ പെട്ടെന്ന് പറയുന്നുണ്ട്, പ്രിയമോള് പോകണ്ട, നീ പ്രഗ്നൻ്റ് എന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോഴേക്കും പ്രിയ പറയാം, അച്ഛൻ്റെ ആത്മാവിനെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ വലിയ സന്തോഷമൊന്നുമില്ല, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പൊക്കോളം കൂടെ എന്ന് പറഞ്ഞ് പ്രിയ പോവാണ് കേട്ടോ കാഞ്ചനോടെ. ആ സമയത്ത് ഗോവിന്ദ് വെള്ളോട്ടിറങ്ങുമ്പോൾ രേഖയെ കാണുവാണ്. അപ്പോൾ രേഖ പറയാം, ഗോവിന്ദാണ്ട് ഇതിവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഇവിടെ വന്നേ, ചെന്ന് ഇറങ്ങി പൊക്കോളാൻ പറയുവാണ് കേട്ടോ. ആ സമയത്ത് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് മരുന്നെടുക്കാൻ പോയ സമയത്ത് രക്ഷപ്പെട്ട് ഗീതു വന്ന് രഞ്ജുവിൻ്റെ കൂടെ ഹാളിലിരിക്കുവാണ്. അപ്പം ഗോവിന്ദൻ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ തന്നെ വരുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗീതു കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, രാധികാമ്മ മുറി വന്നായിരുന്നു എന്ന്. അപ്പം ഗോവിന്ദനൊന്നും മനസ്സിലാവുന്നില്ല, ഗീതു എന്തോ പറഞ്ഞു എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ ലൂസ് മോഷനുള്ള ഗുളികയൊക്കെ കൊണ്ട് ഗോവിന്ദന് കൊടുത്തിട്ട് പറയാം, നീ ഇത് കഴിക്ക് മാറിക്കോളും എന്ന് പറയാം. അപ്പോൾ ഗോവിന്ദ് ഇതെന്തിനുള്ള ഗുളികയാണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. കഴിഞ്ഞ് രാധികാമ്മ ഗീതുവിനെ നോക്കി പറയുന്നുണ്ട്, ചുമ്മാ ഇവിടെ ഇരുന്ന് വെള്ളം ഇറക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദൻ കയറി പോകണം കേട്ടോ. ഗോവിന്ദനോട് ഇരിക്കാൻ പറ്റാത്ത വിഷമവും സങ്കടമൊക്കെ കൊണ്ട് ഗീതവും കലി തുള്ളി കയറിപ്പോവുക. അപ്പോൾ രാധികാമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. രാധികാമ്മ ഇങ്ങനെ ഇതെന്താ ഇത് ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും. അപ്പോൾ രഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് മേടിച്ച് ടി വി ഓഫാക്കി ദേഷ്യപ്പെട്ട് രാധികാമ്മയെ മുറിയിലോട്ട് കയറിപ്പോവാ. രഞ്ജു ആണെങ്കിൽ കലിപ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രേഖ അങ്ങ് വരുവാണ് കേട്ടോ. അപ്പോഴേക്കും രേഖ പറയുകയാണ്, നീ പറഞ്ഞ കറക്റ്റാ, പ്രിയമോളുടെ മുറിയുടെ അതിലെ ചുറ്റിപ്പറ്റി നമ്മുടെ ഗോവിന്ദേട്ടൻ നടപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രേഖയോട് രഞ്ജു പറയാം, ഇനി എന്തൊക്കെ കാണാൻ പോകണു, ഇന്ന് രാത്രി നമുക്ക് ഉറക്കമില്ലാത്ത രാത്രി ആയിരിക്കും, പലതും ഇനി പൊക്കാനുണ്ട് ഇതുപോലെ എന്ന് പറയുമ്പോഴത്തേക്കും രേഖ പറയാം, അതിനെൻ്റെ ഉറക്കമൊക്കെ ഞാൻ എപ്പോഴേ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.